ഈ ബെഡ്റൂം ഒക്കെ എടുക്കാന്ന് പറഞ്ഞ ആളുള്ളപ്പോ പറഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നത്. അതാരെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കിച്ചു എന്തെങ്കിലും പറയുന്നതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെന്തെങ്കിലും പറയട്ടെ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കിച്ചു എന്തായാലും മീഡിയക്ക് മുന്നേ വന്ന് രേണുമ്മ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതിനകത്തൊന്നും പ്രസക്തിയില്ലേ ചെയ്ത്. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ആ വീടിന്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കിടന്നല്ലോ? ഞങ്ങൾ ആരും ഇല്ലാതെ പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. വേറൊരു ഇത് കണ്ട് ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടന്നതിന് വേറൊരു വീഡിയോ. അത് ആരെ എടുത്തത് എനിക്കൊന്നും അറിയത്തില്ല. അവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു. ഞായറാഴ്ച എങ്ങാണ്ട് വന്ന് എടുത്തതാണ്. ഈ ബെഡ്റൂം ഒക്കെ എടുക്കാന്ന് പറഞ്ഞ ആളുള്ളപ്പോ പറഞ്ഞിട്ടൊക്കെയല്ലേ എടുക്കണം. അതെന്റെ ഒരു ശീലമാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, ശീലമായി പോയി. കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കേടാതാണ് ഈ പറയുന്നത്. അപ്പം കിച്ചു വന്ന് വീഡിയോ എടുത്തപ്പോ അമ്മയ്ക്ക് അത് വൃത്തിയാക്കാൻ പറ്റിയില്ലായിരിക്കും. അതേ ഉള്ളൂ. വൃത്തിയാക്കാൻ തന്നെ തുണിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം നടക്കുന്നു. മഴക്കാലം ആകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തുണിയെടുത്ത് അങ്ങോട്ട് ഇടും. എന്നിട്ട് പിള്ളേരുടെ കാര്യം നോക്കും. ഇതൊക്കെ തന്നെയാണ്. ഞാനവിടെ ഇല്ലായിരുന്നു. ഞാനവിടെ ഉണ്ടെങ്കിൽ 24 മണിക്കൂർ അതെല്ലാം അടുക്കി പെറുക്കി വെക്കുന്നതാണ്. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യം. മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാണ്. ഈ ഇതൊക്കെ അവനവന്റെ ഇതാണ്, പരിധിപ്പെട്ടതാണ്. വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്നും അത് വൃത്തിയെ തുടച്ചിടുന്ന വീട് തന്നെയാണ്. പിന്നെ നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. കുട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം.